ലൈഫിൽ ചിലർക്കെങ്കിലും കാണാം കൂടെ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ വലിയ കമ്പനി ഒന്നുമില്ല, എന്നാൽ അത് കഴിഞ്ഞപ്പോൾ നല്ല കമ്പനിയായി മാറിയിട്ടുള്ള ഒരു ഗ്രൂപ്പ്. ഞങ്ങളെ മെയിൻ പരിപാടി എന്ന് പറയുന്നത് ട്രിപ്പ് പ്ലാൻ ചെയ്യുക, ട്രിപ്പ് പോകുന്നതിൻ്റെ തലേന്ന് അത് ക്യാൻസൽ ചെയ്യുക. പ്ലാൻ ഇടുന്നതും ഓൻ തന്നെ, ക്യാൻസൽ ആക്കുന്നതും ഓൻ തന്നെ. അതുകൊണ്ട് തന്നെ ഇവനും ഞാനും ട്രിപ്പ് പോകുന്ന എനിക്ക് ഒരു പ്രതീക്ഷയില്ലേനി. ഇനി ഓൻ വന്നാലും ഇല്ലേലും ഞാൻ പോകുന്നു വിചാരിച്ചു വീട്ടിൽ നിന്ന് ഇറങ്ങി. അപ്പോഴായി ഇലവലാതിനെ വിളിച്ചു വരുന്നത് ഓനും ഉണ്ടെന്ന് പറഞ്ഞിട്ട് നേരെ വയനാട്ടിലേക്ക് വിട്ട്. സംഭവം എവിടേക്ക് പോകണമെന്നോ എങ്ങനെ പോകണമെന്നോ രണ്ടാൾക്ക് വലിയ പ്ലാനൊന്നും ഇല്ലേനി. ആകെയുള്ള പ്ലാൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അഡ്വഞ്ചറസ് ആയിട്ടുള്ളൊരു സ്പോട്ടിൽ പോകണം. അങ്ങനെ ഞങ്ങളെ ട്രിപ്പ് അഡ്വഞ്ചറസ് ആക്കാൻ വേണ്ടിയിട്ട് മണിച്ചിത്രത്താഴെ സണ്ണി സഞ്ചരിച്ച പോലെ ആരും സഞ്ചരിക്കാത്ത വഴിയിലൂടെ കുറേ അന്വേഷിച്ച് നടന്ന് അങ്ങനെ വണ്ടീൻ്റെ പെട്രോളും പകുതി മുക്കാലും തീർന്ന് അങ്ങനെ ഏതൊക്കെയോ കാട്ടിലൂടെ പോയി അവസാനം വലിയൊരു മലേൻ്റെ മണ്ടയിൽ പോയി. ആ മല കയറുന്നവരെ ഞങ്ങൾക്ക് അറിയില്ല അതിൻ്റെ മണ്ടയിൽ പോയി താഴോട്ട് നോക്കി എത്രയും അടിപൊളി വ്യൂ കാണാൻ പറ്റുമെന്ന്. ഇനി ആ കാട്ടിൽ വല്ല കാട്ടുപോത്തോ കുറുക്കനോ വല്ല ആനയോ ഉണ്ടോയെന്ന് ആർക്കറിയാം. ഞങ്ങൾ പിന്നെ അപ്പക്കുട്ടൻ ഫാൻസ് ആയതുകൊണ്ട് തന്നെ പേടിയെന്നുള്ള സംഭവം ഞങ്ങൾക്കില്ലേ. സംഭവം മലേൻ്റെ മുകളിലേക്ക് വണ്ടി ഓടിച്ച് കയറ്റണമെന്ന് ഇനി ഓൻ്റെ ആഗ്രഹം, അതെന്തായാലും നടന്നില്ല. അങ്ങനെ ഞങ്ങൾ വണ്ടി ഓടിച്ച് കയറ്റാൻ പറ്റിയ ഓഫ് റോഡ് ഉണ്ടോ നോക്കി നടന്ന അവസാനം ഈ അലവലാതി പകുതി വയ്ക്കൽ പിന്നെ ഇറക്കി വിട്ട് ഓൻ സ്വന്തമായിട്ട് ഓടിച്ച് കയറ്റി. സംഭവന് പള്ളർച്ച് പേടിയുണ്ടെങ്കിലും ഓൻ്റെ ആഗ്രഹം കൊണ്ട് ഓനത് ഓടിച്ച് എങ്ങനെയൊക്കെയോ മേലെ വരെ കയറ്റി. പിന്നെ പേടി ആലോചിച്ച് നമ്മളെ ലൈഫിൽ വേണ്ടാന്ന് വെക്കുന്ന കാര്യം ആലോചിച്ച് പിന്നീട് റിഗ്രറ്റ് അടിച്ചിട്ട് വലിയ കാര്യമൊന്നുമില്ല. സോ കിട്ടുന്ന സമയം എങ്ങനെയൊക്കെ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുമോ അങ്ങനെയൊക്കെ എക്സ്പ്ലോർ ചെയ്യാൻ തന്നെ ഞങ്ങൾ വിചാരിച്ചു. ആൻഡ് ദാറ്റ് വ്യൂ ആൻഡ് ദാറ്റ് എക്സ്പീരിയൻസ് മെയ്ഡ് അവർ ഡേ മോർ ബ്യൂട്ടിഫുൾ.